ഒരു ചരിത്ര സംഭവം തിങ്കളാഴ്ച ഡൽഹിയിലെ പാർലമെന്റ് സ്ട്രീറ്റിൽ നടന്ന പ്രതിഷേധ മാർച്ച് ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു അപൂർവ സംഭവമാണ്. 300-ലധികം എംപിമാർ ഒരുമിച്ച് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണഘടനാ സ്ഥാപനങ്ങളിലൊന്നായ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനത്തേക്ക് മാർച്ച് ചെയ്തത് ആദ്യമായാണ്. ഇത് കേവലം ഒരു സാധാരണ പ്രതിഷേധമായി കാണാനാവില്ല, മറിച്ച് ജനാധിപത്യ സ്ഥാപനങ്ങളുടെ വിശ്വസ്തതയെക്കുറിച്ചുള്ള പ്രതിപക്ഷത്തിന്റെ ആശങ്കയുടെ പ്രതിഫലനമാണിത്. പോലീസ് മാർച്ച് തടഞ്ഞെങ്കിലും പ്രതിപക്ഷം കമ്മീഷന് ഒരു ശക്തമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ നിലപാടുകൾ തിരുത്തുക, അല്ലെങ്കിൽ കൂടുതൽ ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് ഞങ്ങൾ തയ്യാറാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രതിപക്ഷ സഖ്യത്തിൽ ചില ഭിന്നതകൾ ഉണ്ടായേക്കുമെന്ന് പലരും കരുതിയിരുന്നു. ഡൽഹിയിലെയും മറ്റ് സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന്റെ ചില നിലപാടുകൾ BJPക്ക് സഹായകരമായെന്നും അത് ആം ആദ്മി പാർട്ടി, തൃണമൂൽ കോൺഗ്രസ് തുടങ്ങിയവ പാർട്ടികളെ അകറ്റിയെന്നും ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ബീഹാറിലെ വോട്ടർ പട്ടിക പുനഃപരിശോധനയുമായി ബന്ധപ്പെട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ച നിലപാടുകളാണ് പ്രതിപക്ഷ പാർട്ടികളെ വീണ്ടും ഒരുമിപ്പിച്ചത്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികളിലെ പക്ഷപാതിത്വം ജനാധിപത്യത്തിന് ഭീഷണിയാണെന്ന് തിരിച്ചറിഞ്ഞ് അഭിപ്രായ വ്യത്യാസങ്ങൾ മറന്ന് അവർ ഒന്നിച്ചു. ഇന്ത്യ സഖ്യത്തിൽ നിന്ന് അകന്നുനിന്ന തൃണമൂലും ആം ആദ്മി പാർട്ടിയും ഈ പ്രതിഷേധത്തിൽ സജീവമായി പങ്കെടുത്തു. ഇത് പ്രതിപക്ഷത്തിന് ഒരു പുതിയ ഊർജം നൽകിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനങ്ങളെ ചോദ്യം ചെയ്യുന്നതിലൂടെ പ്രതിപക്ഷം അവരുടെ ശക്തിയും നിലനിൽപ്പും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. ഇത് ഒരു ചെറിയ വാർത്തയല്ല, മറിച്ച് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്ന ഒരു പ്രധാന സംഭവമാണ്. ജനാധിപത്യ സംരക്ഷണം എന്ന പൊതു ലക്ഷ്യത്തിൽ പ്രതിപക്ഷം എത്രത്തോളം യോജിച്ചു നിൽക്കുമെന്നത് ഇനിയുള്ള ദിവസങ്ങളിൽ കണ്ടറിയണം. ബീഹാർ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ബീഹാറിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ച തീവ്ര വോട്ടർ പട്ടിക പുനഃപരിശോധനയാണ് നിലവിലെ പ്രതിഷേധങ്ങൾക്ക് പ്രധാന കാരണം. ഈ പ്രക്രിയയിൽ വോട്ടർമാർക്ക് തങ്ങളുടെ പൗരത്വം തെളിയിക്കാൻ 11 രേഖകൾ സമർപ്പിക്കണം. എന്നാൽ ഇതിൽ ആധാർ, വോട്ടർ ID, റേഷൻ കാർഡ് എന്നിവ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇത് സാധാരണക്കാരായ ദശലക്ഷക്കണക്കിന് ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കാൻ സാധ്യതയുണ്ടെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്നു. ഈ പുനഃപരിശോധന BJP സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം പ്രതിപക്ഷ പാർട്ടികളുടെ വോട്ടർമാരെ, പ്രത്യേകിച്ച് ദരിദ്രവും പിന്നോക്കം നിൽക്കുന്നവരുമായ ആളുകളെ മനഃപൂർവ്വം പട്ടികയിൽ നിന്ന് ഒഴിവാക്കാനുള്ള ശ്രമമാണെന്ന് അവർ ആരോപിക്കുന്നു. ഇത് വോട്ട് മോഷണമാണെന്ന് പ്രതിപക്ഷം വിശേഷിപ്പിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു സ്വതന്ത്ര സ്ഥാപനമായി പ്രവർത്തിക്കാതെ ഭരണകക്ഷിയുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നുവെന്നാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന പ്രധാന വിമർശനം. ഇത് രാജ്യത്തെ ജനാധിപത്യത്തിന്റെ അടിസ്ഥാന തത്വങ്ങളെ തന്നെ ചോദ്യം ചെയ്യുന്നു. വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവരുടെ വിവരങ്ങൾ നൽകണമെന്നും പുനഃപരിശോധനാ നടപടികൾ താൽക്കാലികമായി നിർത്തിവെച്ച് സുതാര്യവും എല്ലാവർക്കും പ്രാപ്യവുമായ ഒരു രീതി ആവിഷ്കരിക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നു. ബീഹാറിലെ ഈ സാഹചര്യം ഒരു സംസ്ഥാനത്തിന്റെ മാത്രം പ്രശ്നമല്ലെന്നും ഇത് രാജ്യവ്യാപകമായി ആവർത്തിക്കാൻ സാധ്യതയുണ്ടെന്നും പ്രതിപക്ഷം ഭയപ്പെടുന്നു. ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചെങ്കിലും അത് തൃപ്തികരമല്ലെന്ന് പ്രതിപക്ഷ നേതാക്കൾ അഭിപ്രായപ്പെട്ടിരുന്നു.